യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എന്നാൽ ഈ ആരാധനകൾ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഇരുന്ന് നമ്മെ വഴി നടത്തി ഇന്നതായി ആരാധനയ്ക്കായി കൂട്ടിവരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിന് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ ഒരു പ്രവൃത്തിയാണ് ആരാധന എന്നുള്ളത്. ദൈവജനത്തെ കർത്താവ് വിളിക്കുന്നത് തന്നെ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നുള്ള വചനത്താലാണ്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഒരു മനുഷ്യന് ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണ് ആരാധന എന്നുള്ളത്. എന്തെന്നാൽ ആരാധിക്കാതിരിപ്പാൻ ശത്രു പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഈ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതായത് മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അവൻ്റെ ഏറ്റവും വലിയ നിർബന്ധമുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ജനത്തെ ആരാധിക്കാൻ വിടുകയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യനെ ആരാധിക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ളത്. ആ നിർബന്ധത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം പറയുന്നത്, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം, എൻ്റെ ജനത്തെ വിട്ടയക്കണം. ആ ശബ്ദത്തിനാണ്, ആ കൽപ്പനയിലാണ് ഈ കാര്യങ്ങൾ മുഴുവനും നടന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുന്നു. എന്നാൽ നാം മറ്റൊരു വശവും കൂടി ഇതിന്മേൽ ചിന്തിച്ചിരിക്കണം. മനുഷ്യനെ ആരാധിച്ചാൽ ശത്രുവിന് എന്താണ് അതുകൊണ്ടുള്ള ദോഷം? ശത്രുവിന് ആരാധിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ജനം ആരാധിച്ചാൽ ശത്രുവിന് അതുകൊണ്ടുള്ള ദോഷം എന്താണ്? അവിടെയാണ് മനുഷ്യവംശത്തിന്റെ നഷ്ടവും ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയും യേശു ലോകത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെല്ലാം അതിൻ്റെയൊക്കെ പൊരുൾ വെളിപ്പെടുന്നത് അവിടെയാണ്. എന്തെന്നാൽ മനുഷ്യൻ ഈ ലോകത്തിൽ ഇങ്ങനെ ആയിരിക്കേണ്ടവനല്ല. കാരണം വചനം പറയുന്നത് സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ 6 ദിവസത്തെ സൃഷ്ടിയും ആദാമിന്റെ കാൽ കീഴാക്കിയതാണ്. എന്നാൽ ഇന്ന് സൃഷ്ടിയുടെ കാൽ കീഴാണ് മനുഷ്യൻ. എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു. എന്തായിരുന്നാലും ഈ ലോകത്തെ ആദാമിന്റെ പാപത്താൽ കീഴടക്കിയിരിക്കുന്ന ശത്രു നഷ്ടപ്പെടുത്തിയത് എന്തെല്ലാമെന്ന് നമ്മൾ ഏറ്റവും ആദ്യം ഗ്രഹിക്കണം. എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്? നമുക്കറിയാവുന്ന പോലെ തേജസ് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ തേജസ്സിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. പിന്നെ മനുഷ്യന് മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഒറ്റ വാക്കിൽ തേജസ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ പോകാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീക മണ്ഡലങ്ങളിലേക്ക് ചെന്നാൽ നമുക്കുള്ള കുറവുകൾ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും ഭയാനകമാണ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ അന്ധതയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ധനായിരിക്കുന്നവർ ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് കണ്ണ് തുറക്കാതെ നമ്മളൊന്ന് ഇരിക്കണം. അപ്പോൾ ഈ ലോകത്ത് അന്ധന്മാർ ജീവിക്കുന്നത് എങ്ങനെയെന്ന് കൂടെ ധ്യാനിക്കണം.
അപ്പോഴാണ് അതിൻ്റെ ഭയാനകത മനസ്സിലാവുന്നത്. കാരണം അത്ര ഭയങ്കരമാണ് വെളിച്ചം കാണാത്ത അവസ്ഥ. അതിൻ്റെ പറഞ്ഞതിൻ്റെ സാരം, മനുഷ്യനിപ്പോൾ കർത്താവിനെ അറിയാതെ ഈ ലോകത്തിൽ നിന്നും ശരീരം വേർപെട്ടു പോയാൽ ആ അവസ്ഥയിലാണ്. വചനം പറയുന്നത്, അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. വെളിച്ചം കാണില്ല. മറ്റൊന്ന്, അവർ ശബ്ദം കേൾക്കുകയില്ല. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നു. അത് ദൈവത്തിന്റെ ജനത്തിനാ. അല്ലാത്തവർ ആ ശബ്ദം കേൾക്കുന്നില്ല. ആത്മീയമണ്ഡലങ്ങളിൽ ചെവിയില്ല, ശബ്ദം കേൾക്കാത്തവർ. മറ്റൊന്ന്, ആത്മീക മണ്ഡലങ്ങളിൽ സ്പർശനമില്ലാത്തവർ, ആത്മീയ മണ്ഡലങ്ങളിൽ ഗന്ധം പ്രാപിക്കാൻ കഴിയാത്തവർ, ആത്മീയ മണ്ഡലങ്ങളിൽ രുചിക്കാൻ കഴിയാത്തവർ. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഇതെല്ലാം സാധിച്ചു വരുന്നു. രുചിച്ച് ഭക്ഷണം കഴിക്കുന്നു, കാഴ്ച കാണുന്നു, കേൾവി കേൾക്കുന്നു, സ്പർശിക്കുന്നു, നല്ല സുഗന്ധം മണക്കുന്നു. ഇതെല്ലാം നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ആദാമിൻ്റെ പാപത്തോടു കൂടി, ആദ്യ മനുഷ്യന്റെ പാപത്തോടു കൂടി ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയും പ്രാപിക്കുന്ന അവസ്ഥ പ്രാണന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിയാതെ മരിച്ചു പോകുന്ന, ശരീരം വിട്ടു പോകുന്ന മനുഷ്യരുടെ പ്രാണൻ വെളിച്ചം കാണാതെയും, അവർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ, സംസാരിപ്പാൻ കഴിയാതെയും, സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഭക്ഷണം രുചിക്കാൻ സാധിക്കാതെയും, വൈണികന്മാർ വീണമീട്ടുന്ന ശബ്ദം ദൈവത്തിന്റെ ജനം കേട്ടു, അല്ലാത്തവർ കേട്ടില്ല. അങ്ങനെ ആ നിത്യ സന്തോഷത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നതിൻ്റെയും നമ്മൾ കർത്താവ് നമുക്ക് ചെയ്തതിൻ്റെയും വലിപ്പം എത്രയെന്നറിയുന്നു. അത് ഗ്രഹിക്കാത്തവന് കർത്താവ് ചെയ്തത് എന്തെന്ന് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കണം. എങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചു, ജനിച്ചു, എന്നാണ് എനിക്ക് വെളിച്ചം കാണാനുള്ള, എൻ്റെ പ്രാണൻ വെളിച്ചം കാണാനുള്ള അവസരം വന്നത്? അതിന് നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. പാപമോചനം പ്രാപിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ കണ്ണു തുറന്ന് വെളിച്ചം കാണും. പിന്നെ ചെവികളെ ദൈവം എൻ്റെ ചെവികളെ തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. ദൈവം എൻ്റെ ചെവികളെ തുറക്കുമ്പോഴാണ് ആത്മീയ മണ്ഡലങ്ങളിലുള്ള ദൈവപുത്രന്റെ ശബ്ദം എനിക്ക് കേൾപ്പാൻ ഇടവരുന്നത്. ക്രിസ്തുവേശനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ലോകത്തെ ഞാൻ ചവർന്നിണ്ണു. ഈ ലോകത്തെ ക്രിസ്തുവേശന്റെ പരിജ്ഞാന നിമിത്തം ചവർന്നിടുമ്പോഴാണ് മൂക്ക്, അതായത് ഘ്രാണം തുടങ്ങുന്നു. ഗന്ധം നമ്മൾ അനുഭവിക്കുന്ന ആ സമയം മുതലാണ്. കർത്താവ് വെച്ചിരിക്കുന്ന, യേശു പറഞ്ഞതുപോലെ, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെച്ചിരിക്കുന്ന സൽപ്രവൃത്തിയുണ്ട്. ആ സൽപ്രവൃത്തി പൂർത്തിയാക്കുമ്പോഴാണ് തങ്ങൾക്ക് രുചിക്കാനുള്ള കഴിവ് കിട്ടുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോഴാണ് സ്പർശിക്കാനുള്ള കഴിവ് കിട്ടുന്നത്. ഇങ്ങനെ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഈ 5 കാര്യങ്ങളും മനുഷ്യൻ പ്രാപിച്ചിരിക്കണം. അങ്ങനെ ഉള്ളവൻ, കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ, മരണസമയത്ത് സ്തെഫാനോസ് ഉയരത്തിലേക്ക് നോക്കി വെളിച്ചത്തിൽ കർത്താവ് നിൽക്കുന്നത് കാണുന്നു. നമ്മൾ സുവിശേഷത്തിൽ പഠിക്കുന്നു, സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യത്തിൽ പന്തി ഇരിക്കണ്ട, നമ്മൾ ഭക്ഷണം കഴിക്കുമോ? സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമോ? യേശു തന്നെ പറഞ്ഞു, ഇനി സ്വർഗരാജ്യത്തിൽ
നിങ്ങളോടുകൂടെ പന്തിക്കിരിക്കുന്നവരെയും ഞാൻ ഈ മുന്തിരിയുടെ അനുഭവം കഴിക്കില്ല. അപ്പൊ മുന്തിരിയുടെ അനുഭവം കഴിക്കുന്ന ഒരു ദിവസം വരുക, നമ്മുടെ വായിൽ വെച്ച്, ഈ വായിൽ വെച്ച് കഴിക്കുന്ന ദിവസം വരുക, അത് രുചിക്കുന്ന ആ സമയം വരുക. എന്നാൽ അനേകർക്ക് അത് കഴിച്ചിട്ട് പ്രയോജനമില്ല, അതിനുള്ള ഭാഗ്യം ഇല്ലാത്ത അവസ്ഥയും വരാൻ പോവാം. കണ്ണില്ല, വായില്ല, മൂക്കില്ല, ചെവിയില്ല, സ്പർശനശക്തിയില്ല, അങ്ങനെ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കുന്ന ഒരവസ്ഥ ഒരു കൂട്ടർക്ക് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പ്രാഗൽഭ്യം വരുന്നത്. സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്തെന്ന് ഞാൻ വിവരിക്കാം. ഈ പ്രാഗൽഭ്യമുള്ളവൻ വിവരിക്കും. അപ്പം മനുഷ്യന് ഇതെല്ലാം ശത്രു നഷ്ടപ്പെടുത്തി കീഴടക്കി വെച്ചിരിക്കുക. ദൈവം ഓരോന്നോരോന്നോരോന്നായി കെട്ടഴിക്കുക, ഓരോന്ന്. അങ്ങനെ ഇരുട്ടിലും അന്ധതമസിലും ഇരിക്കുന്ന കുരുട്ട് കണ്ണുകളുള്ള മനുഷ്യന്റെ കണ്ണ് പാപമോചനത്താൽ കണ്ണ് തുറന്ന് അവനെ വെളിച്ചം കാണിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അറിയിച്ചു കൊടുത്ത് അവന്റെ ഘ്രാണശക്തി ആരംഭിക്കുന്നു. അവന് തികയ്ക്കാൻ കൊടുത്തിട്ടുള്ള പ്രവൃത്തി ചെയ്ത് അവന്റെ രുചി, അവന്റെ വായ രുചിയുള്ളതാക്കുന്നു. അവന്റെ സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അവന്റെ ചെവികളെ ദൈവം തുറക്കുന്നു. ആ സ്വർഗീയ യെരൂശലേമിലുള്ള നന്മയെ കാണാൻ തക്കവണ്ണം, അനുഭവിക്കാൻ തക്കവണ്ണം തൻ്റെ ആത്മാവിനെ ദൈവം അവന്റെ മേൽ അയക്കുന്നു. ഇത്രയും കാര്യങ്ങളോട് കൂടിയാണ് ദൈവം ഓരോ കെട്ടും അഴിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കെട്ടും ദൈവം അഴിച്ചുകൊണ്ടിരിക്കുക. ഓർത്തു നോക്കണം. ഇന്ന് നമ്മൾ ഓർത്തു നോക്കേണ്ടത് അതാണ്. എന്താണ്? എൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ടോ? ഇന്ന് ഞാൻ പ്രാണനെ വിട്ടാൽ വെളിച്ചം കാണുമോ? ഇന്ന് ഞാൻ ശരീരം വിട്ടു കഴിഞ്ഞാൽ എനിക്ക് രുചിക്കാൻ പറ്റുമോ? ഇന്ന് ശരീരം വിട്ടു കഴിഞ്ഞാൽ എനിക്ക് മണക്കാൻ പറ്റുമോ? എനിക്ക് ശരീരം വിട്ടാൽ എനിക്ക് കേൾക്കാൻ പറ്റുമോ? ഉറപ്പ് പ്രാപിച്ചു കൊള്ളണം. അതാണ് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് പറയുന്നത്. ഞാൻ കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിച്ച നിലയിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഞാൻ എത്തിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഉറപ്പ് ലഭിക്കുന്നത് അവിടെയാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കണം. അടുത്ത ഉറപ്പാണ് നമ്മൾ ഈ പറഞ്ഞത്. ഏതാണ്? ആരാധിക്കാതെ വണ്ണം ബന്ധിച്ചിട്ടിരിക്കുന്ന മനുഷ്യൻ, അവന്റെ മേൽ ദൈവം കൽപ്പന അയക്കുകയാണ്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന ശത്രുവിനോട് ദൈവം കൽപ്പിക്കുന്ന കൽപ്പനയാണ്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. നീ എൻ്റെ ജനത്തിന്റെ കണ്ണു കുരുടാക്കി, അത് ഞാൻ തുറന്നു. അവരുടെ ഘ്രാണശക്തി ഇല്ലാതാക്കി, അത് ഞാൻ തുറന്നു. അവരുടെ വായിന് അവരുടെ രുചിക്കാൻ ഇടവില്ലാതാക്കി, അത് ഞാൻ തുറന്നു. അങ്ങനെ അവരുടെ ചെവികളെ ഞാൻ തുറന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. എന്തിനാണെന്നറിയാമോ? ഇന്ന് അവർ അവരുടെ ശരീരത്തെ വിട്ടാൽ അവരുടെ പ്രാണൻ സംസാരിക്കണം. അപ്പോ ഒരു ആരാധന കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ എത്ര മഹത്വം നാം ചിന്തിച്ചുകൊള്ളണം. നമുക്ക് പൊതുവായിട്ടറിയാം, ക്രിസ്തീയ ആരാധന ഒരിക്കലും മുടക്കാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല, ഉപേക്ഷയായി വിചാരിക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് സാധിക്കുന്നത് എന്തെന്ന് പലപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല. ഇതുകൊണ്ട് ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം, ഇതുകൊണ്ട് ഏത് കെട്ടഴിയും? കർത്താവ് ഏത് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനാൽ ഒരു കെട്ടഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ഇതെല്ലാം ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ പ്രാണന് ലഭിക്കുന്നതും പ്രാണൻ സംസാരിക്കാൻ തുടങ്ങുന്നതുമായ കാര്യങ്ങളുടെ വിവരണം തന്നെ ദൈവത്തിന്റെ സഭ ഏറ്റവും ശക്തമായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം എന്നാലേ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്തെന്നും ഗ്രഹിപ്പാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രത്യാശയാണ്, കർത്താവെ ഈ ആരാധനയോടുകൂടി എൻ്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങണമേ. എൻ്റെ പ്രാണൻ കർത്താവിന്റെ സന്നിധിയിൽ സംസാരിപ്പാൻ തുടങ്ങണമേ. കർത്താവിന് സ്തോത്രം.
ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയോ മൂഴിയോ നിർമ്മിച്ച